MES College of Engineering Technology is one of the most prestigious engineering college under the MES Trust. An ISO certified college approved by AICTE Delhi and affiliated to APJ Abdul Kalam Technological University, located near Cochin International Airport. We give 100% placement assistance. Admissions started for UG programs. For more information, contact 944-77-81611. Embark your journey with MESC. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ UDTF കൊച്ചി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിദിനം ആചരിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ നിശ്ചയിച്ചിട്ടുള്ള ദേശീയ പണിമുടക്കിനോട് അനുബന്ധിച്ച് UDTF കൊച്ചി മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ കരിദിനം ആചരിച്ചു. കൊച്ചി ഫിഷറീസ് ഹാർബറിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ഹാർബർ പാലത്തിന് മുൻവശം സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം KPCC സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ കോർപ്പറേറ്റ് വൽക്കരണ നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊഴിൽ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യത്തിലേക്ക് കടന്നു പോകുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നിലപാടുകളുടെ ഭാഗമായി തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലേക്ക് ഇന്ത്യ മഹാരാജ്യത്തിന്റെ തൊഴിലാളി സമൂഹം മാറുമ്പോൾ, നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി നീങ്ങുമ്പോൾ ഈ രാജ്യത്തിനകത്തെ കോർപ്പറേറ്റ് വൽക്കരണം നടത്തിക്കൊണ്ട് അദാനി അംബാനിമാരുടെ കുത്തകകൾക്ക് രാജ്യത്തിന്റെ തൊഴിലാളികളുടെ നട്ടലിൽ പണയം വെക്കുന്ന തരത്തിലേക്ക് തൊഴിലാളികളെ പട്ടിണിയിൽ നിന്ന് വ്യാപ്തമായ പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന തരത്തിലേക്ക് കേന്ദ്ര സർക്കാരുകൾ മുമ്പോട്ട് പോകുമ്പോൾ ഇവരുടെ തൊഴിലാളി വിരുദ്ധ നിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ട് UTUC ജില്ലാ സെക്രട്ടറി KB ജബ്ബാർ സ്വാഗതം ആശംസിച്ചു. STU ജില്ലാ സെക്രട്ടറി റഷീദ് കായിക്കര ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. UDF ചെയർമാൻ ജോൺ പഴേരി മുഖ്യ പ്രഭാഷണം നടത്തി. ഇന്ന് തൊഴിലാളികൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് നാം എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് ദേശീയ പണിമുടക്ക് ആഹ്വാനം ചെയ്തിരുന്നതാണ്. ആ ദേശീയ പണിമുടക്ക് ഇന്ന് രാജ്യം അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളുടെ പേരിൽ ജൂലൈ 9 മാറ്റിവെച്ചിരിക്കുന്നു. DCC ജനറൽ സെക്രട്ടറി അജിത് അമീർ ബാവ, INTC ജില്ലാ സെക്രട്ടറി TV ഷാജി, INTC കൊച്ചി റീജിയണൽ ആക്ടിംഗ് പ്രസിഡന്റ് മുഹമ്മദ് ജറീസ്, INTC ജില്ലാ സെക്രട്ടറി KK നദീർ, കോൺഗ്രസ് സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് PP ജേക്കബ്, STU ഫെഡറേഷൻ ട്രഷറർ ഷബീർ പൂവത്ത, UTUC നേതാവ് AM ലത്തീഫ്, ഫിറോസ്, PH ഷിഹാബ്, മുജീബ് കൊച്ചങ്ങാടി, P അബ്ദുൾ റഷീദ്, താഹ K താജുദ്ദീൻ PA, അഡ്വക്കേറ്റ് തോമസ് ആൻഡ്രൂസ്, ജാനേഷ് കുമാർ TP, നിഷാദ് ജോസഫ്, സിരാദ് ഹുസൈൻ, പ്രതീഷ് പ്രസാദ്, MM ഇക്ബാൽ, മുഹമ്മദ് A, ജോഷോ P, സലീം PK, ഫ്രാൻസിസ് PJ, ജോർജ് CA, ഫസലുർ റഹ്മാൻ, ജോസഫ് റെഡി, അഷ്കർ UK, നൌഷാദ് KRK, സലീം PA, സുഗുണൻ PV, നാസർ PK, ജാസ്മിൻ ജോർജ്, മിനി സാബു എന്നിവർ നേതൃത്വം നൽകി. ഇന്ന് ആ 37 ക്ഷേമ ബോർഡിന്റെ ഈ പിണറായിയുടെ ആരംഭഘട്ടത്തിൽ 37 ക്ഷേമ ബോർഡ് ഉണ്ടായിരുന്നെങ്കിൽ ഈ 9 വർഷത്തെ ദുരന്ത ഭരണത്തിന്റെ തിക്തഫലം എന്ന് പറയാനായിട്ട് ഇന്ന് ഏതാണ്ട് വിരലെണ്ണാവുന്ന നാമമാത്രമായ ക്ഷേമ ബോർഡുകൾ മാത്രമേ നമ്മുടെ കേരള സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുള്ളൂ. അതും നാമമാത്രമായി പ്രവർത്തിക്കുന്ന ആലങ്കാരികമായിട്ട് പറയാമെന്ന് മാത്രം. കേന്ദ്രം ഭരിക്കുന്ന മോദിയും കേരളം ഭരിക്കുന്ന പിണറായിയും ഒരു നാണയത്തിന്റെ 2 വശങ്ങളായി മാറിയിരിക്കുകയാണ്. എല്ലാ മേഖലയും തകർന്നിരിക്കുകയാണ്. കെട്ടിട നിർമ്മാണ മേഖലയാണെങ്കിലും, റബ്ബർ മേഖലയാണെങ്കിലും, കശുവണ്ടി മേഖലയാണെങ്കിലും, മത്സ്യത്തൊഴിലാളികളുടെ മേഖലയാണെങ്കിലും. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.